ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാലയൊന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് റൈസ് ഐറ്റംസ്, ബ്രെഡ് ഐറ്റംസ്, പത്തിരി ഐറ്റംസ് എന്തിൻ്റെ കൂടിയും പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഈ ഈസി ആയിട്ടുള്ള ചിക്കൻ ബർറയുടെ റെസിപ്പി നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് കറി കട്ട് പീസായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ പീസായിട്ട് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഓയിലോട്ടേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ്, നല്ലപോലെ കനം കുറഞ്ഞ് കട്ട് ചെയ്യണേ. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് നമുക്ക് ഫ്രൈ ചെയ്യണം. ഉള്ളി ഓയിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ക്രിസ്പി പോവും. ഞാനിത് ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞതാണേ. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് നമുക്ക് ഇനി ഒന്നും കൂടി ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറാക്കി ഇനി എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഉള്ളിനെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഈ ഉള്ളി കംപ്ലീറ്റ് ആയി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഇതിലോട്ടേക്ക് ഇടാനുണ്ട് കേട്ടോ നമുക്ക്. ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ യോഗേർട്ട്, ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലോട്ടേക്കില്ലേ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉള്ളി, ആ ഉള്ളിയുടെ പേസ്റ്റ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ പേസ്റ്റും ഇതിലോട്ടേക്ക് ആഡ് ചെയ്യണേ. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. എരിവിന് വേണ്ടിയിട്ടാണ് ഇത്ര എടുക്കുന്നത്, കാരണം വേറൊന്നും നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. RKG നെയ്യാണ്. നെയ്യ് തന്നെ എടുക്കണം കേട്ടോ, വേറൊന്നും എടുക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മസാല. ഇനി ഈ മസാലയിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ബാക്കി മസാല അവിടെ തന്നെ വെക്കണേ, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അത് നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബാക്കിയാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. ഇത് RKG നെയ്യാണ്. ഇതിൽ നെയ്യിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികം ക്രിസ്പി ആകാൻ പാടില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഈ കറിക്ക് ഫ്രൈ ചെയ്തതിന് ടേസ്റ്റും കിട്ടും, ഓവറായിട്ട് ക്രിസ്പി ആവില്ല. ഇനി ഇതൊരു 6 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ സൈഡ് കുക്കായിട്ടുണ്ടാവും, ഓവറായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. ഇനി ആ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു 6 മിനിറ്റ് തന്നെ കുക്ക് ചെയ്യണേ. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, പക്ഷേ ഓവർ ക്രിസ്പി ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ആണ് ഇത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ചിക്കൻ വേണ്ടത്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഞാനൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ചൂടാക്കിയ ചാർക്കോൾ കഷ്ണങ്ങൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഈ ചിക്കനിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി ഓയിൽ തന്നെയാണ് എടുത്തത്. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. എന്നാലാണ് ആ സ്മോക്കി ഫ്ലേവറൊക്കെ ഈ ചിക്കനിലോട്ട് നല്ലപോലെ എത്തുള്ളൂ.
ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈം കൊണ്ട് ഇനി ഇതിലോട്ടേക്കുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലാണ് ഞാൻ ഈ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ അത് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പകുതിയല്ലേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാലയാണേ. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണേൽ അതെടുക്കട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് എണ്ണ തെളിയുന്നവരെ കുക്ക് ചെയ്യണേ. കാരണം നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത് പച്ച മസാലയാണ്, അതുകൊണ്ട് ഇത് നല്ലപോലെ കുക്കാവണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി അരച്ചതും ആയാലും മതി. ഇനി ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കും. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. മസാലയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ സ്മോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ സ്മോക്കി ഫ്ലേവറൊക്കെ ഈ മസാലയിലേക്ക് കിട്ടണം. ഈ ഒരു മസാലയും സ്മോക്കി ഫ്ലേവറും കൂടുമ്പോൾ ടേസ്റ്റ് വേറെ ലെവൽ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിന് സെർവ് ചെയ്യാം. ഞാനിത് കുറച്ച് മല്ലിയിൽ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.